ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു സൂചിപ്പിക്കുകയാണ്, ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. അപ്പോൾ ഒരു ശരീരത്തിന് ഉണ്ടാകുന്ന വികാരങ്ങളാണ് ഇത് ജനനം, മരണം, അതേപോലെ തന്നെ രോഗം. ഇതൊക്കെ ശരീരത്തെ ബാധിക്കുന്നതാണ്. ഭയം നമ്മൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളോടൊപ്പം ഉള്ളതാണ്. ഈ ഭയം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈശ്വരനെ കണ്ടില്ലെങ്കിലും വിശ്വസിക്കുന്നത്. കാരണം നമ്മൾക്ക് പിടികിട്ടാത്ത പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും നമുക്ക് ഭയം നമ്മെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ഈ ഭയം നമുക്കില്ലാതാകണമെങ്കിൽ ഉള്ള സമയത്ത് ദ്വൈതത്തിലാണ് രണ്ട് ഭാവങ്ങളുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ ഭയം ഉണ്ടാകുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ മാത്രമാണ് ഉള്ളതെങ്കിൽ, ഈ പരമ്പൊരുൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഞാൻ ആരെയാണ് പിന്നെ ഭയപ്പെടേണ്ടത്? അപ്പോൾ അങ്ങനെ ആ ഞാൻ മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ ഞാൻ കാലദേശങ്ങളെയും വിഴുങ്ങിക്കൊണ്ട് നിൽക്കുന്ന, കാലദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ്. അതിനെ ഒരിക്കലും ഒന്നിനും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഇപ്പോൾ ശരീരം നേരത്തെ സൂചിപ്പിച്ചു ദൃശ്യമാണ്. അത് നീർക്കുമുള പോലെ എപ്പോഴും പെട്ടെന്ന് ഉടഞ്ഞു പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെയും ഈ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ രോഗം ഈ ശരീരത്തെ ബാധിക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഭയം കൂടാറുണ്ട്. എന്താണ്? മരിച്ചു പോകുമോ എന്നുള്ള ഭയം. അപ്പോൾ ഈ ഭയത്തെ നമുക്ക് അതിവർത്തിക്കണമെങ്കിൽ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? നമുക്ക് അറിവുണ്ടാവണം. ഈ ശരീരത്തിന് രോഗമുണ്ടാകുമ്പോഴും അത് എനിക്കല്ല രോഗമുണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഈ ശരീരത്തിനാണ്. ഗുരുവിനും ഒരുപാട് നമ്മുടെ സാധാരണ ലെവലിൽ നോക്കുമ്പോൾ അസുഖങ്ങളുണ്ടായിട്ടുണ്ട്. അവസാന കാലഘട്ടങ്ങളിലൊക്കെ വേദനയെടുത്ത് പൊളഞ്ഞിട്ടുണ്ട് ഗുരു. അപ്പോൾ ഇങ്ങനെ എല്ലാ മഹാത്മാക്കളുടെയും, രാമകൃഷ്ണദേവൻ്റെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോഴും രമണ മഹർഷിയെ നോക്കുമ്പോഴും ഒക്കെ ഈ ശരീരത്തിൽ അവർക്ക് പല അസുഖങ്ങൾ വന്നിട്ടുണ്ട്, വേദന എടുത്തിട്ടുണ്ട്. അതിനെല്ലാം അവർ അത് ദൃശ്യമായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾക്കത് സാധിക്കുന്നില്ല. അപ്പോൾ ഈ രോഗം, ഇപ്പോൾ ഗുരുവിന് രോഗം വന്നപ്പോഴും ഗുരു കരഞ്ഞപ്പോഴും പറയുന്നുണ്ട്, ഉണക്കപ്പാള കയറുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള ശബ്ദം. അപ്പോൾ ചില വാക്കുകൾ, ചില ഗുരുവിൻ്റെ ഉത്തരങ്ങൾ ഒക്കെ നമ്മളെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. രമണ മഹർഷിക്ക് കയ്യിൽ ക്യാൻസർ വന്നപ്പോൾ അത് ഡോക്ടർമാർ അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ നടക്കുന്നില്ല. കാരണം അനസ്തീഷ്യ നമ്മുടെ ഞരമ്പുകളെ തളർത്തിക്കളയുന്നതാണ്. പക്ഷേ അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ആ പ്രാണൻ ഉണർന്നിരിക്കുമ്പോൾ, അവരുടെ വിൽ പവർ അത്രമാത്രം ശക്തമായിരിക്കുമ്പോൾ ഈ അനസ്തീഷ്യയ്ക്ക് അതിനെ തളർത്തുവാനുള്ള പവറില്ലാതെ വരികയാണ്. അപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞത്, ഈ അനസ്തീഷ്യ കൊടുക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അനസ്തീഷ്യ ഏൽക്കുന്നുമില്ല. അപ്പോൾ മഹർഷി ആ കൈ ഒന്ന് തടവിയിട്ട് പറഞ്ഞു, ഇനി ഓപ്പറേഷൻ ചെയ്തോളാൻ പറഞ്ഞു. മഹർഷി എന്താണ് ചെയ്തത്? ആ കയ്യിൽ നിന്നുള്ള പ്രാണനെ പരിപൂർണമായിട്ട് പിൻവലിച്ചു. കാരണം പ്രാണൻ്റെ സഞ്ചാരം ഉണ്ടെങ്കിലാണ് വേദന ഉണ്ടാകുന്നത്. പ്രാണസഞ്ചാരമില്ലെങ്കിൽ വേദന ഉണ്ടാവില്ല. അപ്പോൾ ബോധപൂർവം മഹർഷി ആ പ്രാണനെ, കയ്യിലേക്കുള്ള പ്രാണനെ പൂർണ്ണമായിട്ടും പിൻവലിച്ചു. പിന്നെ അവരത് ഓപ്പറേഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ
മഹാത്മാക്കളുടെ, ഇപ്പോൾ ഗുരുവിൻ്റെ ജീവിതത്തിൽ ഗുരു വയ്യാതെ കിടക്കുമ്പോഴും രോഗികളായിട്ടുള്ള ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് ഗുരു ഭേദമാക്കി വിടാറുണ്ട്. അപ്പോൾ അതൊരിക്കൽ ഡോക്ടർ നേരിട്ട് കണ്ടു. അപ്പോൾ ഗുരു പറയുകയായിരുന്നു, ഈ രോഗിയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് ഈ അസുഖം. നമ്മൾ വിചാരിച്ചാൽ അത് മാറില്ല, അത് ഈ രോഗി തന്നെ വിചാരിക്കണം. അപ്പോൾ ഗുരു തന്നെ വിചാരിച്ചാൽ മാത്രമേ ഗുരുവിൻ്റെ ആ രോഗത്തിന് ശമനം ഉണ്ടാകൂ എന്ന് അലോപ്പതി ഡോക്ടർ പറയേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഒക്കെ പല രീതിയിലും പല തലത്തിലും ഈ ശരീരത്തെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ച് ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ രോഗം, ഭയം, ഇതൊന്നും നമ്മെ എന്ന് പറയുന്നത് എന്നെ എന്നാണ്, തീണ്ടുകയില്ല, എന്നെ സ്പർശിക്കുന്നതല്ല. കാരണം ഇതെല്ലാം ദൃശ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ദൃശ്യത്തിനെയും പ്രകാശിപ്പിക്കുന്ന ദൃക്കാണ് താനെന്നുള്ള ബോധ്യം ആർക്കാണ് വന്നത്, ആ വ്യക്തി ഒരിക്കലും പിന്നെ ഭയപ്പെടേണ്ടതായിട്ടില്ല. അവരെ ജനനവും മരണവും ദാരിദ്ര്യവും ഒന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ശുദ്ധമായിട്ടുള്ള അറിവിൻ്റെ തലത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക, അതാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.